ചാവക്കാട് സബ് ജയിലിൽ നിന്നും റിമാൻഡ് പ്രതി തടവ് ചാടി. പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മലപ്പുറം എടക്കര സ്വദേശി ശ്രീരാജാണ് രക്ഷപ്പെട്ടത്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചെയ്യുന്ന ശ്രീത്ത്, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളാണ് തടവ് ചാടിയ പ്രതി എന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? എങ്ങനെയാണ് ആ സുരക്ഷാ കവചങ്ങളൊക്കെ മറികടന്ന് അത്ര എളുപ്പത്തിൽ അങ്ങ് ചാടിപ്പോകാനായത്? ശ്രീരാജിനെയും മറ്റു പ്രതികളെയും അടക്കം ഇന്ന് വൈകുന്നേരം ഒരു 4:30 മണിയോടുകൂടി ആ സെല്ലിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു. സെല്ലിൽ നിന്ന് പുറത്തിറക്കുന്ന ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് എന്നാണ് ചാവക്കാട് സബ് ജയിലിലെ അധികൃതർ പറയുന്നത്. എന്തായാലും ഈ സെല്ലിൽ നിന്ന് പുറത്തിറക്കിയതോടുകൂടി പെട്ടെന്ന് തന്നെ 1-ാം നിലയിൽ നിന്ന് ഈ ശ്രീരാജ് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസുകാർ ആരും തന്നെ ആ സമയത്ത് ഈ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കൂടെയെന്നും പറയുന്നു. എന്തായാലും ചാടി മേഖലയിൽ നിന്ന് ഒളിച്ചു കടക്കുകയായിരുന്നു. കാര്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആ മേഖലയിൽ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ശ്രീരാജിനെ ആ മേഖലയിൽ മുഴുവൻ തെരഞ്ഞു. സഹതടവുകാരോട് അന്വേഷിച്ചു, ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ ശ്രീരാജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോക്സോ കേസ് പ്രതിയാണ്, മലപ്പുറം എടക്കര സ്വദേശിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഈ മേഖലയിൽ തുടരുന്നുണ്ട്. കൂടുതൽ ദൂരത്തേക്ക് ഈ പ്രതി പോകില്ല എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പ്രദേശത്ത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. സുഹേൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.